സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ചൂരൽമലയിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം ഇവിടെ നടന്ന ഉരുൾപൊട്ടലിൽ ഒട്ടനവധി പേർ മരണപ്പെട്ടു. അതേപോലെ തന്നെ അവരുടെ വീടും അവരുടെ സ്വപ്നങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തകർന്നടിഞ്ഞൊരു കാഴ്ച നമ്മൾ കണ്ടത്. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. വളരെ വേദനയോട് കൂടിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. കാരണം ഓരോ മയ്യത്തുകളും എടുക്കുന്ന ഇത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമങ്ങൾ തോന്നുക. പക്ഷെ അതൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ പ്രദർശിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് തൽക്കാലികം അത്തരം വീഡിയോസുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും ഇവിടെ നടന്ന പല വിഷ്വൽസും, ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയൊക്കെയാണ് ഉരുൾപൊട്ടിയ ഭാഗങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരനായ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങളെ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ഹംസ. ഇപ്പോൾ ഈ ഇവിടുന്ന് 6 കിലോമീറ്ററാണ് ചൂരൽമലക്ക്. 6-7 കിലോമീറ്ററാണ് ചൂരൽമലക്ക്. ചൂരൽമല. മുണ്ടക്കായാണ് ഇത് പൊട്ടുന്നത്. മുണ്ടക്കയാണ് പൊട്ടുന്നത്. മുണ്ടക്കായാണ് പൊട്ടുന്നത്. പിന്നെ അവിടുന്ന് പൊട്ടിയതിന് ശേഷമാണ് ഇത് കൊണ്ട് ചൂരൽമലക്ക് ഇടിഞ്ഞ് വന്നിട്ട് അവിടെ കംപ്ലീറ്റ് പോയി. സ്കൂളിൽ അതിൻ്റെ മരങ്ങളൊക്കെ വന്ന് ഓലൊക്കെ ഇത് മുണ്ടക്കായി ആരും ആക്കാൻ പറ്റിയില്ല, നോക്കാൻ പറ്റിയില്ല. ഒലച്ചതിൻ്റെ ശേഷമാണ് അവരെ തരാനാണ് കാണുന്നത്. ചൂരൽമല പാലം കംപ്ലീറ്റ് പോയി. അങ്ങോട്ട് കടക്കാൻ ഒരു പാലം പോകാനുള്ള കാരണം എന്താണ്? ഇത് ഒഴുകി വന്ന് മരങ്ങളും ഒക്കെ പാടെ അടിച്ചു കയറിയല്ല സ്കൂളിലവിടെ ഒക്കെ തമ്മിൽ. അപ്പോൾ അവിടെ ഭയങ്കര ഗ്രൗണ്ട് ഉണ്ടായിന്, അത് പോയി. അത് അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് നോക്കിയാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്, എല്ലാ ആൾക്കാരും പോകുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഓരോ ഇത് ചെയ്യുന്നുണ്ട്. മുണ്ടക്കായിന്ന് കുറേ മുണ്ടക്കായി പിന്നെ സ്ഥലത്ത് നിന്ന് കുറേ ആൾക്കാരെ കടക്കാൻ പറ്റാതെ പോയിട്ട് പാലങ്ങളൊക്കെ തൽക്കാലമായിട്ട് ഇത് വെച്ചിട്ടാണ് അങ്ങോട്ട് കടന്നത്. പിന്നെ കടക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ അവിടെ നിന്ന് വന്നിട്ട് ചൂരൽമലയിൽ നാളെ പോലെ മയ്യത്തുകളെല്ലാം ഓരോരുത്തർ എടുക്കുന്നത്. ഇപ്പോൾ എത്ര ആളെ മയ്യത്ത് എടുത്തിട്ടുണ്ടാവും? ഇപ്പോൾ നമ്മൾ പിന്നെ ഉച്ചക്ക് 25 ആളെ മയ്യത്താണ്. കൂടുതലല്ല, കൂടും. നമ്മളെ കണക്ക് പ്രകാരം ഇപ്പോൾ 75 ആൾ ഉച്ചൻ്റെ ശേഷം വരെ എടുത്തിന്. 2 മണിൻ്റെ ശേഷം വരെ എടുത്തിട്ടുണ്ട്. ഇനിയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. ജീവകം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇത് കണ്ടിട്ടില്ലായിരുന്നു, ആരും കണ്ടിട്ടില്ല. അപ്പോൾ മുത്തുമല പോയി. മുത്തുമലത്തിനെക്കാട്ടും ഡബിൾ സ്ട്രോങ്ങിലാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുള്ളത്. ഇതില്ല, ഒരുപാട് വീടുകളുണ്ടായിരുന്നു അവിടെ. കുറേ വീടുകളുണ്ടായിരുന്നു. 10-3000 ആൾക്കാരുണ്ടാവും. 3000 ആൾക്കാർ താമസിക്കുന്ന സ്ഥലം 3000 3 ഡിവിഷനാട്ടോ. മുത്തുമല, ചൂരൽമല, മുണ്ടക്കായി, അട്ടമല. അതിൻ്റെ അടിയിൽ പുറത്തുള്ള ആൾക്കാരും ഉണ്ട് അവിടെ ഉണ്ട്. ഇതൊന്നും കൂട്ടാതെ എന്താ പറയുക, കുറേ ആൾക്കാർ മക്കളുമായിട്ട് പതുപ്പൊക്കെ ഉള്ള. ഇത് എത്ര മണിക്ക്, രാത്രി എത്ര മണിക്കാണ്? 1:30 മണി ആയിട്ടുണ്ടാവും. അപ്പോഴാണ് വണ്ടി പോകുന്നത്. നമ്മൾ 1:30 മണിക്ക് ഇത് വണ്ടി പോകുമ്പോഴാണ് നമ്മൾ വീട്ടിലാണ് പെട്ടെന്ന് ഉണരുന്നത്. നമ്മളിന്നൊരു കുറച്ചൊക്കെ നടന്നു പോയി, എന്താണെന്ന് അറിയില്ല. അപ്പം ഇനി ഒന്നുമില്ല, ഇരുടാണ്. നടന്നു പോയി കാലത്ത് ചെറിയ തകരാറുണ്ട്. അതിൽ പോയി തിരിച്ചു വന്ന് പിന്നെയാണ് വണ്ടി ആംബുലൻസ് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന സ്ഥലം പോയി. പിന്നെ ഇപ്പം വന്ന് എൻ്റെ മോനാണ്, അറിയാൻ പോയി സ്ഥലത്ത് പോയി. അങ്ങോട്ട് മുണ്ടക്കായിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, പാലം ആർക്കും കടക്കാൻ പറ്റിയിരുന്നില്ല. രാവിലെ പോയാൽ കംപ്ലീറ്റ് ചൂരൽമല എഴുതി തെച്ച കളത്തി മുണ്ടക്കായിക്ക് പോകാൻ പറ്റിയില്ല. തരാണ്ട് മുണ്ടക്കായി പിന്നെ പാലം ഒറ്റ പാലേ ഉള്ളൂ. ചൂരൽമല കടക്കണ പാലം പോയി അങ്ങോട്ട് കയറാൻ പറ്റും, ആർക്കും കയറാൻ പറ്റൂല. പിന്നെ പാലം എല്ലാം ശരിയാക്കിയതിന്റെ ശേഷമാണ് ഇത് വെല്ല കയറാൻ തുടങ്ങി. അപ്പോൾ 100 ആൾക്കാരുടെ റിസോർട്ടിലുണ്ട് അവിടെ. റിസോർട്ടിൽ താമസിക്കുന്ന ആൾക്കാർ രക്ഷപ്പെട്ട് റിസോർട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. കൈ ഷോൾഡർ പൊട്ടു അവയൊക്കെ റിസോർട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. അത് വിളിച്ച് പറഞ്ഞ് നമുക്ക് ആർക്കും എത്താൻ പറ്റില്ല. അവർ പറയുന്നുണ്ട് എത്താൻ പറ്റില്ല. പാലത്തിന്റെ അടുത്ത് എന്തോ റോപ്പ് എന്തോ ഉപയോഗിച്ച് ആൾക്കാർ പോകുന്നുണ്ടോ? ഇപ്പൊ പോണ്ട്. ചെറിയ പാലം ഇത് ആക്കിയിട്ടുണ്ട്. കാരൊക്കെ പിടിച്ച് കാരൊന്നും പിടിച്ച് അങ്ങനെ പോകാൻ പറ്റൂല, അത്രയും സ്ട്രോങ്ങിലാണ് വെള്ളം വന്നിരുന്നത്. അപ്പോൾ ടൗൺ അവിടെ സ്കൂളൊക്കെ പോയി, കംപ്ലീറ്റ് പോയി. ഭയങ്കര സങ്കടമായി പോയി. പറയണ്ട, തീർച്ചയായിട്ടും നല്ല നമ്മൾ പോയി കണ്ടെങ്കിൽ പറയും. ഇങ്ങനെ ഒരു ഇത് വന്നില്ല, ഈ ഭാഗത്തേക്ക് ഉണ്ടായില്ല. നമ്മൾ ചെറിയ പൊട്ടൊക്കെ ഉണ്ടായിരുന്നാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു പൊട്ടുണ്ടാവുന്നത്. എന്നാൽ സഹിക്കാൻ പറ്റാത്തൊരു പൊട്ട. അതെ, ഇത് ഇതേപോലെ മുമ്പ് സമയത്തുണ്ടായിട്ടില്ല. മുത്തുമല പൊട്ടിയ മാതിരി അല്ല. മുത്തുമല പിന്നെ ഇത്ര ആൾക്കാർ ഒന്നും ഇതായില്ല. സ്ഥലം പൊട്ടി, കർഷക പൊട്ട അവിടെ തന്നെ ആദ്യം പൊട്ടി. ഞാക്കൊരു മാതിരി ഇതായിട്ട് വരുമ്പോഴാണ് ഇപ്പോൾ രണ്ടാമത്തെ പൊട്ടി.
ചെറിയ ചെറിയ പൊട്ടൊക്കെ ആദ്യം പൊട്ടിയിരുന്ന സ്ട്രോങ് ഇല്ലാത്ത പൊട്ടര മണിയല്ല എല്ലാം കടന്നുറങ്ങും സംഭവിച്ചാൽ പൊട്ടി ഇങ്ങനെ വരില്ല ഉറക്കത്തിൽ പെട്ടെന്നുള്ളൊരു അറ്റാക്ക് പോലെ അറിയാണെങ്കിൽ നിൽക്കില്ലല്ലോ കുട്ടികളും മക്കളും ചെറിയ ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ ചെറിയ പിഞ്ചു മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പെട്ടെന്ന് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നിൽക്കില്ല ആരും നിൽക്കില്ല അവിടെ അപ്പോൾ ഇതായിരിക്കും അവിടെ ഇപ്പോൾ നമ്മളൊക്കെ ഞാൻ ഡ്രൈവറാണ് മുണ്ടക്കായൊക്കെ വണ്ടി പോകണം ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങാടിയിലേക്ക് എന്താ സംഭവിച്ചത്? അങ്ങാടിയിൽ ഇതാണ് ഈ മണ്ണ് ഇടിഞ്ഞു വരികയല്ലേ, അവിടുന്ന് ഒരു മല അങ്ങാടിയുടെ ഭാഗത്തൊക്കെ ആൾക്കാർ ഭരിച്ചിട്ടുണ്ടോ? അങ്ങാടിന്റെ ഭാഗത്തുനിന്ന് ഈ എടുക്കുന്നത് ചൂരന്മ എന്ന സ്ഥലത്തു നിന്നാണ് ആളിപ്പോ എടുത്തോളത്തോളം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ മുത്തുമല പേരാട്ര പോയി ഭാഗത്ത് കുറെ ആൾ പോയിട്ട് അവിടുന്ന് കുറെ കിട്ടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. വ്യാസം കുട്ടി അതൊക്കെ പോയിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ നമ്മള് കറക്റ്റ് അറിയില്ല, പറഞ്ഞു കേട്ടല്ലോ. ഏതായാലും ഇതിലെല്ലാവരും വേണ്ട രീതിയിൽ എന്താ വേണ്ട ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് നമ്മള് കർണാടകത്തിൽ കണ്ടതുപോലെ ഒന്നും അല്ല. കേരളം എന്ന് പറഞ്ഞ ഒരു വേറെ ലെവലാണ്. കേരളം തന്നെ ഒരു ലെവൽ തന്നെയാണ്. അതെ, മൊത്തം ആൾക്കാരെന്ന് പറഞ്ഞ ജീവൻ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ആരും ഇവര് എടുക്കുന്നുണ്ട്. എല്ലാവരും ഒരാളെന്നല്ല, മൊത്തം ആൾക്കാർ എല്ലാവരും അടിച്ചു പൊറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വീടിന്റെ മതിൽ അങ്ങനെ പോയിട്ട് മൊത്തം വലിച്ചെടുക്കുന്നു, കയറ് കെട്ടി വലിച്ചെടുക്കും. കർണാടകയിലെ മാതിരല്ല, കർണാടക വേറെ നമ്മളെ കേരളം എല്ലാം മാറ്റങ്ങളുണ്ട്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ പറഞ്ഞാൽ അല്ല, ഇവിടെ വന്നാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എല്ലാ ഭാഗത്തും എന്താ പറയാ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എല്ലാവിധ രീതിയിലുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ നിൽക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവിടെ വേണ്ട രീതിയിൽ അതിനുള്ള എല്ലാവിധ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് അല്ലേ. ഒരാള് ഇതില്ലാതെ എല്ലാ ആൾക്കാരും എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാരും നല്ല സഹകരണമാണ്. എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. അവര് ചെയ്യില്ലാന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരാളെന്നില്ല, മൊത്തം ആൾക്കാർ, പോലീസും എല്ലാവരും എല്ലാവരും വരുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റിയല്ലോ. എല്ലാവരും വന്നിട്ട് വാണ്ട്യമായി ചെയ്യുന്നുണ്ട്. വെള്ളം കൊണ്ട് കയ്യിനമാര് എടുക്കുന്നുണ്ട്. ജീവ രക്ഷിക്കാൻ പറ്റുന്നല്ല രക്ഷിക്കുന്നുണ്ട്. ഒരാളെ അരക്ക് മണ്ണിൽ അരക്ക് മണ്ണ് കിടക്കുന്ന ആളെ ഇവർ എടുത്ത് പുറത്തേക്ക് അവർ എടുത്തു, മൂപ്പരെടുത്തു. ഇതുപോലെ എല്ലാ സൗകര്യം ഇതും അവർ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്? ഇപ്പം മേപ്പാടി പിന്നെ പഞ്ചായത്ത് ഹോസ്പിറ്റലാണ് മയ്യത്തൊക്കെ ഉള്ളത്. അല്ലാതെ മാനന്തവാടിയുണ്ട്, അല്ല മാനന്തവാടിയല്ല, പിന്നെ മിൻസിലുണ്ട്, കൽപ്പറ്റുണ്ട്, വടക്കുണ്ട്. പിന്നെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് എല്ലാ ഇപ്പം കാര്യമായിട്ട് നമുക്ക് പഞ്ചായത്തിലാണ് ഈ മരിച്ചോലെ കൊണ്ടുപോയിട്ടില്ല. അവിടുന്ന് ഇപ്പോൾ അറിയുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. ദീർഘത്തേക്ക് അറിയാത്തവരും ആൾക്കാരും ഉണ്ട്. കുടുംബാംഗരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. കണ്ടാൽ കുറെ ആൾക്കാരൊക്കെ തിരിച്ചറിയാനൊക്കെ ഉണ്ടാവും. തിരിച്ചുകാരിയൊക്കെ കുറെ കിട്ടിയിരിക്കണേ, കുറച്ചാളത്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മളിവിടുന്ന് പോണ ആൾക്കാരാണ് മാന്തി എടുക്കണൊക്കെ. എല്ലാ സൗകര്യങ്ങളും അതിനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യവും എല്ലാ ആൾക്കാരും എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് വാണ്ട്യമാര് ചെയ്തിട്ട് എല്ലാ സഹായം ചെയ്യും. ഇന്നിപ്പോ എടുത്ത് കഴിയൂല, ഇന്നും നാളെയും മറ്റന്നാളും കഴിയില്ല തോന്നുന്നത്. അത്രയും എത്ര ഏരിയ പൊട്ടിയിട്ടുണ്ടാവും? ഏരിയ പൊട്ടിയാൽ 30 കിലോമീറ്റർ അല്ല, 30 കിലോമീറ്റർ ഏരിയ അവിടെ നോങ്ങിട്ട് പോന്നിക്കല്ലേ. നോങ്ങാൻ പോന്നിക്കല്ല 30 അല്ല, ഞാൻ പറയുന്നത് 30 അല്ല, ഒരു ഒന്നാങ്ങിട്ട് പോന്നിക്കല്ല. 30 കിലോമീറ്ററിലേറെ സ്ഥലം ഇപ്പൊ പൊട്ടിയിട്ടുണ്ട്. അത് ഒന്നായിട്ടാണ് ഒലിച്ചു പോന്നിട്ടാണ് ഇവർക്ക് എത്തിക്കുന്നത്. എനിക്ക് പറയാനല്ല 30 അല്ല, ഞാൻ ഇത് പറയാൻ കണ്ടപ്പോൾ 30 എന്താണ് 30 അല്ല, കൂടുതലുണ്ടാവുന്ന തുടങ്ങി അവിടെ തന്നെ ആൾക്കാർ കുറെ ഉണ്ട്. വീടുകൾ എന്താ നമ്മൾ പറയാം, അവിടെ പോയി നോക്കണം. വീടുകളൊക്കെ പോയി ഒക്കെ ഇതായിട്ട് നല്ല നല്ല വീടുകളെ സാധാരണ വീടുകൾ നല്ല. ഇതെന്താണ്, ഇത് കുത്തനുള്ള സ്ഥലമായിരുന്നോ? ഈ വീടുകളൊക്കെ നിൽക്കുന്ന സ്ഥലം കുത്തനുള്ള സ്ഥലം? അപ്പുറത്തൊരു പൊട്ടിയതാ, പിന്നെ റാണിമല്ലാറുന്ന സ്ഥലത്ത് പൊട്ടിയതാ. ഇതിന് മുന്നേ പൊട്ടിയതാണ്. പിന്നെ ഇതിപ്പോ ആദ്യമായിട്ടാണ്, മൂന്നാമത്തെ പൊട്ടലുള്ള ആദ്യമായിട്ടാണ്. ഇപ്പൊ 3 സ്ഥലം ഇപ്പൊ ആ സ്ഥലത്തും പൊട്ടിയെന്ന് പറയുന്നേ. അങ്ങോട്ട് താഴോട്ട് അത് ഏത് ഭാഗം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പോയത് ചൂരമ്മൽ മുണ്ടക്കായി കാക്കൊണ്ട് കിടക്കാൻ പറ്റിയില്ല. ചൂരമ്മലിനെ പോയപ്പോഴാണ് നമ്മൾ ഈ സംഭവമൊക്കെ കാണുന്നത്. ഏതായാലും എല്ലാവരും വളരെ പെട്ടെന്ന് കിട്ടട്ടെ, എല്ലാവർക്കും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കുക. പല ആൾക്കാരും മണ്ണിനടിയിലൊക്കെ കിടക്കുന്നുണ്ട്. ആരുടെങ്കിലൊക്കെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും അല്ലേ, എന്താ പറയാൻ പറ്റൂല, അല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരന്മാരാണ്, ഒരുപാട് പേര് മണ്ണിനടിയിൽ കിടക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ്. ഈ മണ്ണിൽ ഈ കുത്തൊഴുക്കിലൊക്കെ ഇവിടെ ആൾക്കാർ പോകുമ്പോഴുള്ളൊരു അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാൽ അറിയാലോ.